Vai lá, garimpeiro, pega o peixe elétrico, garimpeiro, vixe, o garimpeiro. ഞാനൊരു ഇലക്ട്രിക് കീലിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് കീൽ ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യണത്. അവരുടെ ബോഡിയിൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും? അവർക്ക് ഇലക്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സെൽസ് ഉണ്ട്. ഒരു ഇലക്ട്രോസൈറ്റ്സിൽ ഓൾമോസ്റ്റ് 0.15 വോൾട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ബോഡിയിൽ ത്രൂ ഔട്ട് ഈ സെൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 600 വോൾട്ട് ടു 800 വോൾട്ട് വരെ ഇവൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പോൾ ബ്രെയിൻ പറയുകയാണ് ഷോക്ക് ഉള്ളൊരു റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോസൈറ്റ്സ് എല്ലാം ഓപ്പൺ ആയിട്ട് ഏത് പോയിന്റിലേക്കാണോ നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് ഷോക്ക് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കൊടുക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല 2 തരത്തിലുണ്ട്. ഒന്ന് ലോ വോൾട്ടേജും ഉണ്ട്, ഒന്ന് ഹൈ വോൾട്ടേജും ഉണ്ട്. ലോ വോൾട്ടേജ് ഇവർക്കൊരു റഡാർ സിസ്റ്റം പോലെ യൂസ് ചെയ്യാൻ പറ്റും, അടുത്ത് എവിടെയെങ്കിലും ഇവരെ ഇരകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ വോൾട്ടേജ് നമുക്കറിയണ പോലെ തന്നെ അവരുടെ ഇരേനെ സ്റ്റൺ ചെയ്യാനോ അല്ലെങ്കിൽ കൊല്ലാൻ വരെയൊക്കെ അവർ യൂസ് ചെയ്യും. ആൻഡ് ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ, ക്യാൻ ഇറ്റ് കിൽ ഹ്യൂമൻസ്? ഹ്യൂമൻസിനെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ഇപ്പോൾ അവരെ സ്റ്റൺ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മസിൽ കോൺട്രാക്ഷനും അയാളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിലും കൊല്ലാളെ അത്ര പവറൊന്നും ഇതിനില്ല. ഇനിയിപ്പോൾ വല്ല ഹാർട്ട് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ഷോക്ക് അടിക്കുമ്പോൾ മരിക്കാനുള്ള ചാൻസസ് ഉള്ളൂ. പിന്നുള്ളത് ഇൻഡയറക്റ്റ് ഡെത്ത് ആണ്. അതായത് ഓൾമോസ്റ്റ് വെള്ളത്തിലായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഷോക്ക് കിട്ടുന്ന സമയത്ത് മുങ്ങി മരിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അങ്ങനെ മുങ്ങി മരിച്ച സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡയറക്റ്റ്ലി കില്ല് ചെയ്യാനുള്ള അത്ര കറണ്ടൊന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.